ഭാഗവതമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിലെ 8ാമത്തെ സ്കന്ധം. ഭാഗവതത്തിലെ എല്ലാ ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. അഷ്ടമസ്കന്ധത്തിന് അതിൻ്റേതായ ചില പ്രാധാന്യങ്ങളുമുണ്ട്. അപ്പോൾ അഷ്ടമസ്കന്ധത്തിലെ വളരെ പ്രസിദ്ധമായ പലാഴിമഥനം എന്ന് പറയുന്ന ഒരു കഥയാണ് ഇനി അനുസ്മരിക്കുന്നത്. ആ കഥ വേണ്ടതുപോലെ അനുസ്മരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നേരിട്ട് മറ്റ് മുഖവരിയൊന്നും ആവശ്യമില്ല, നമുക്ക് ആ കഥയൊന്ന് അനുസ്മരിക്കാം. ശ്രീ ശുകബ്രഹ്മർഷിയാണ് പരീക്ഷിത് മഹാരാജാവിന് ഈ പലാഴിമഥനം എന്ന് പറയുന്ന ഈ കഥ വളരെ വിസ്തരിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതിലുള്ള ചില ശ്ലോകങ്ങളാണ് ഈ പ്രഭാഷണം തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ചൊല്ലിയത്. അപ്പോൾ ആ ശ്ലോകങ്ങളൊക്കെ 6ാമത്തെ അധ്യായം നോക്കിയാൽ കാണാം. അപ്പോൾ ഗ്രന്ഥമുള്ളവർക്ക് നോക്കാം. ഈ ശ്ലോകവും അതിൻ്റെ സംഖ്യയൊക്കെ പറഞ്ഞു തരുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ പറയുന്നതൊക്കെ എന്തോ വെറുതെ അങ്ങനെ പറയുകയാണോ എന്ന് തോന്നും. അല്ല, ഭാഗവതത്തിലുള്ള കാര്യങ്ങളാണ് പറയണത്. പിന്നെ അത് എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അവതരിപ്പിക്കുന്ന രീതി എൻ്റേതായിരിക്കും, പക്ഷേ ആശയങ്ങളെല്ലാം എവിടെയുള്ളതാണ്? ഈ ഭാഗവതത്തിലുള്ള ആശയങ്ങളാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നണ്ട എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്ലോകവും അധ്യായവും ഒക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗ്രന്ഥമുള്ള ആർക്കും എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അവിടെ 8ാമത്തെ സ്കന്ധം എടുക്കുക. ആ 8ാമത്തെ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ നേരത്തെ ചൊല്ലിയത്. അപ്പോൾ ആ അധ്യായമൊക്കെ എടുത്തോളും. 8 എടുക്കുക, 6 എടുക്കുക. പിന്നെ നമ്മളിവിടെ ചൊല്ലിയത് യഥാഗ്നിമേധസി എന്നുള്ളൊരു ശ്ലോകമാണ്. അത് 12ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ 12, 13, 14 ആ ശ്ലോകങ്ങളൊക്കെയാണ് ചൊല്ലിയത്. അപ്പോൾ അതെല്ലാവരും എടുക്കുക. അപ്പോൾ അതിൽ നോക്കിയാൽ ആ കാണാം. 12ാമത്തെ ശ്ലോകമാണ് ഏത്? ഈ ശ്ലോകങ്ങളിലാണ് പലാഴിമഥനത്തിൻ്റെ സാരം മുഴുവനും ഇരിക്കുന്നത്. നമുക്ക് പുരാണത്തിലെ ഒരു കഥയും സപ്താഹത്തിലൊന്നും അങ്ങനെ വല്ലാതെ വിസ്തരിച്ച് പറയാൻ കഴിയില്ല. പുരാണത്തിലെ ഏത് കഥയാണെങ്കിലും സപ്താഹം നടക്കുമ്പോൾ ഏതാചാര്യനും അത് വളരെ ചുരുക്കിയിട്ടേ പറയാൻ പറ്റും. പിന്നെ വേറൊന്നുണ്ട്, ഒരു കഥ വിസ്തരിച്ചാൽ സപ്താഹത്തിൽ മറ്റുള്ള കഥകൾക്കൊക്കെ സമയം വളരെ ചുരുങ്ങിയ സമയമേ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ നോക്കാം. അപ്പം ആ ശ്ലോകങ്ങൾ നോക്കൂ. 12ാമത്തെ ശ്ലോകത്തിൽ പറയണു, യഥാഗ്നിമേധസ്യമൃതം ച ഘോഷു ഭുവ്യന്നമംബോദ്യമനേ ച വൃത്തിം യോഗീർ മനുഷ്യ അധിയന്തി ഹി ത്വാം ഗുണേഷു ബുദ്ധിയ കവയോ വദന്തി. ഇത് ബ്രഹ്മാവ് പറയുന്നതാണ്. നമ്മളൊരു ശ്ലോകം നോക്കുമ്പോൾ അത് ആരാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്? വേദമൊക്കെ നല്ലതുപോലെ അറിയാം. ആർക്ക്? ബ്രഹ്മാവിന്. സാക്ഷാൽ ജഗതീശ്വരനാണ് ബ്രഹ്മാവ്. സൃഷ്ടികർത്താവാണ്, ഈശ്വരൻ തന്നെയാണ് അർത്ഥം. അപ്പം അങ്ങനെയുള്ള സാക്ഷാൽ ഭഗവാനായിരിക്കുന്ന ബ്രഹ്മാവ് പറഞ്ഞ ഒരു ശ്ലോകമാണ് ഇത്. അപ്പം എന്താ ബ്രഹ്മാവ് പറഞ്ഞത്? യഥാഗ്നിമേധസ്യമൃതം ച ഘോഷു. അപ്പോൾ അതോടെ പദങ്ങളൊക്കെ മുറിച്ച് നോക്കുക. ഇപ്പോൾ ഒരു ശ്ലോകം കിട്ടിയാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിലെ പദങ്ങൾ ഏതാണെന്ന് അറിയാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അപ്പോൾ യഥാഗ്നിമേധസ്യമൃതം എന്നുള്ളത് കുറേ പദങ്ങളാണ്. അപ്പോൾ ആ പദങ്ങളൊക്കെ മുറിക്കണം. എല്ലാവർക്കും ആ ശ്ലോകം കിട്ടിയല്ലോ അല്ലേ? ഇനിയും പറയണ്ടല്ലോ? വേണ്ട, എല്ലാവർക്കും കിട്ടി. അതായത് 8, 6, 12 ആ 3 സംഖ്യ മതിയല്ലോ. അപ്പോൾ അവിടെ നോക്കിയാൽ കാണാം, യഥാ അഗ്നിം ഏധസി അമൃതം. അത്രയും പദങ്ങളുണ്ട്. ഒന്നുകൂടി നോക്കൂ. യഥാ അഗ്നിം ഏധസി അമൃതം. അതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് അതെന്തായത്? യഥാഗ്നിമേധസ്യമൃതം എന്നായിട്ട് മാറിയത്. ഇങ്ങനെ പദങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി എന്താ അതിൻ്റെ അർത്ഥം എന്ന് നോക്കാം. യഥാ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ. പാലാഴിമഥനമാണ് പറയണത്, ഒരു ഒന്നുമല്ല. പാലാഴിമഥനം എന്ന് പറയുന്ന കഥയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ സംശയം തോന്നും, ഇതന്നെയാണോ പാലാഴിമഥനം? ഇതന്നെയാണ് പാലാഴിമഥനം. യഥാ എപ്രകാരമാണോ. അഗ്നിം, അഗ്നി പറഞ്ഞാൽ അഗ്നി തന്നെ. ഏധസി, ഏധസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വിറക് എന്നൊക്കെ പറയാം. അതിനാണ് ഏധസ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാ അഗ്നിം ഏധസി. അപ്പോൾ വിറകിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? അഗ്നി ഉണ്ടാവും. അപ്പോൾ നമുക്ക് സംശയം തോന്നും, വിറകിലൊന്നും അഗ്നി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ എത്ര വിറകുണ്ട്. വിറകിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കണ്ടിട്ടില്ല? അഗ്നി. സാധാരണ വീട്ടമ്മമാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതല്ല ഇവിടെ പറയണത്.
സ്വതവേ യാഗം ചെയ്യുന്ന സമയത്ത് ആ യാഗത്തിൽ 2 അരണികൾ എടുക്കും. അരണി എന്ന് പറഞ്ഞാൽ ഈ വിറക് പോലെ തന്നെയാണ്. അതായത് മരത്തിൻ്റെ 2 കഷ്ണങ്ങൾക്കാണ് എന്ത് പറയുക, അരണി എന്ന് പറയും. സംസ്കൃത പദമാണ് അരണി. മുകളിലൊരു അരണി വയ്ക്കും, താഴെ ഒരു അരണി വയ്ക്കും. ആ അരണി കുറേ നേരം കടയും. അത് യാഗശാലയിൽ പോയാലേ കാണാൻ പറ്റും. ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ അരണി കുറേ നേരം ഇങ്ങനെ കടഞ്ഞ് അതിൽ നിന്നാണ് എന്തുണ്ടാവുക, യാഗത്തിന് വേണ്ട അഗ്നി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ആ ഉണ്ടായ അഗ്നി ആദ്യം എവിടെയായിരുന്നു, ആ അരണിയുടെ അഥവാ മരക്കഷ്ണത്തിൻ്റെ ഉള്ളിലായിരുന്നു. പക്ഷെ മരക്കഷ്ണം വെറുതെ ഇങ്ങനെ കയ്യിൽ എടുത്ത് നോക്കിയാൽ അതിൽ തീയെ കാണില്ല. മരക്കഷ്ണത്തിനുള്ളിൽ തീയുണ്ട്. ആ തീയ് നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ കുറേ നേരം അരണി കടയണം. കുറേ നേരം ഇരുന്ന് കടഞ്ഞാലേ ആ തീയ് കിട്ടുള്ളൂ. ഇതുപോലെ അതെന്തിനാപ്പോൾ പറഞ്ഞത്, ഇതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ ചെയ്ത് നല്ലതുപോലെ പരിശ്രമിച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഇതുപോലെ തീയുണ്ടാവും. നമ്മുടെ ഉള്ളിൽ എന്ത് തീയുണ്ടാവുക, ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ അരണി കടയാൻ നേരത്തെ പറഞ്ഞു 2 ഉപയോഗിക്കും. 2 വേണം. ഒന്നിനെ ഉത്തരാരണി എന്ന് പറയും, മറ്റതിനെ അധരാരണി എന്ന് പറയും. താഴെ വയ്ക്കുന്നത് അധരാരണി, മുകളിൽ വയ്ക്കുന്നത് ഉത്തരാരണി. ശരിക്കും പറഞ്ഞാൽ ഇത് ഗുരുശിഷ്യ ബന്ധത്തെ കാണിക്കുകയാണ്. ഒന്ന് അന്തേവാസി ഉത്തരാരണി എന്ന് പറയും. അപ്പോൾ മുകളിൽ വെച്ചിരിക്കുന്ന അരണിയും താഴെ വെച്ചിരിക്കുന്ന അരണിയും ഒന്ന് ഗുരുവാണ്, മറ്റേത് ശിഷ്യനാണ്. അപ്പോൾ ഗുരുവും ശിഷ്യനും കൂടി വേണ്ടതുപോലെ ചേർന്നിരിക്കുമ്പോഴാണ് ആ ശിഷ്യൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടാകുന്നത്, അഗ്നി ഉണ്ടാകുന്നത്, ജ്ഞാനമാകുന്ന അഗ്നി പ്രകാശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ ആ ഗുരുശിഷ്യ ബന്ധത്തിൽ കൂടെ ശിഷ്യൻ്റെ ഹൃദയത്തിൽ അറിവാകുന്ന ജ്ഞാനമാകുന്ന അഗ്നി പ്രകാശിക്കുന്നത്, ഇതേപോലെയാണ് ശരിക്കും പാലാഴി മഥനം എന്ന് പറയുന്നത്. പാലാഴി മഥനത്തിൽ അവിടെ ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, പാലാഴി കടഞ്ഞു എന്നാണല്ലോ കഥ നിങ്ങൾ എത്രയോ തവണ കേട്ടിട്ടുണ്ടാവും. പിന്നെയും ഞാൻ ഈ കേട്ട കഥ ഇങ്ങനെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. എത്രയോ ആചാര്യന്മാർ ഇവിടെ വന്നിട്ട് 46ഓളം സപ്താഹങ്ങൾ കഴിഞ്ഞല്ലോ. നിങ്ങളും പലതവണ വായിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കഥ പിന്നെയും ഇങ്ങനെ കേട്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകണം. എന്താണ് ആ കഥയുടെ ഉള്ളിലുള്ളത്, അതല്ലേ വേണ്ടത്. അപ്പോൾ ഈ ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു, ജ്ഞാനമാകുന്ന തീ ഉണ്ടാകുന്നത് പോലെയാണ് പാലാഴി കടഞ്ഞപ്പോൾ എന്തുണ്ടായത്, അമൃതം ഉണ്ടായത് എന്നർത്ഥം. പാലാഴി കടയാൻ ദേവന്മാരും ഉണ്ടായിരുന്നു, അസുരന്മാരുണ്ടായിരുന്നു. എന്നിട്ടാണല്ലോ അവർ പാലാഴി കടഞ്ഞത്. പാലാഴിയിൽ നിന്ന് അവർക്ക് അമൃത് കിട്ടി. ധന്വന്തരിയായിട്ട് ഭഗവാൻ അവതരിച്ചു. എന്നിട്ട് ആ അമൃത് ആര് കഴിച്ചു, ദേവന്മാരൊക്കെ കഴിച്ചു. അപ്പോൾ അവരുടെ ജരാതരങ്ങളൊക്കെ തീർന്ന് ഒരു പഴയ അവസ്ഥയിലെത്തി എന്നാണല്ലോ പാലാഴി മഥനം കഥ. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാം. യഥാ അഗ്നിം ഏധസി. പിന്നെ അടുത്ത പദം നോക്കൂ, അമൃതം ച ഗോഷു. ഗോ ശബ്ദത്തിന് പല അർത്ഥങ്ങളുള്ള സംസ്കൃതത്തിൽ. അമൃതം ച ഗോഷു എന്ന് പറയുമ്പോൾ അതിൽ ഏതർത്ഥം എടുക്കുക? ഇവിടെ ഗോ എന്ന് പറഞ്ഞാൽ ഈ പശു എന്നൊരർത്ഥമാണ്, പശുക്കൾ. അപ്പോൾ ഗോഷു എന്ന് പറഞ്ഞാൽ പശുക്കളുമായിട്ട് ബന്ധപ്പെട്ടു അല്ലേ. അമൃതം ച ഗോഷു, ഈ പശു ഉണ്ടെങ്കിൽ അമൃത് കിട്ടുമെന്ന് പറയുകയാണ്. നല്ലപോലെ കേൾക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഗംഭീരമായ കഥയാണ് പറയണം, തത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഈ പശുവും അമൃതും തമ്മിൽ എന്താ ബന്ധം? പശുവിൽ നിന്നാണ് അത്രേ അമൃത് കിട്ടുന്നത്. അപ്പോൾ പശുവിൽ നിന്ന് അമൃത് കിട്ടുമോ? കിട്ടും. അതെങ്ങനെയാണ് പശുവിൽ നിന്ന് അമൃത് കിട്ടുക? പശുവിൽ നിന്ന് കിട്ടുന്ന അമൃത് എന്ന് പറഞ്ഞാൽ നെയ്യാണ്, നെയ്യ്. പക്ഷെ നെയ്യ് എങ്ങനെയാണ് കിട്ടുക? നെയ്യ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യണം. പശുവിനെ കൊണ്ടുവരണം, പശുവിനെ വളർത്തിക്കൊണ്ടുവരണം, അതിന് പുല്ല് കൊടുക്കണം, വെള്ളം കൊടുക്കണം. അങ്ങനെ കാലം കുറേ കഴിഞ്ഞാലാണല്ലോ ആ പശു പ്രസവിക്കുക. അങ്ങനെയാ പശു പ്രസവിക്കണം. പ്രസവിച്ച് കഴിഞ്ഞാലും ആദ്യത്തെ കുറേ ദിവസം പാൽ ഉപയോഗിക്കില്ല. അത് കഴിഞ്ഞ് പിന്നീട് കുട്ടിയെ പാൽ കുടിപ്പിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കറന്നെടുക്കുക. എന്തെല്ലാം ചെയ്യാനുണ്ടല്ലേ. അങ്ങനെ പാല് കറന്നെടുക്കണം. പാല് കറന്നെടുത്താലും നമുക്ക് നെയ്യ് കിട്ടിയില്ല. നെയ്യാവണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമല്ലേ? പാല് തിളപ്പിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അറിയാത്തൊന്നുമല്ല, അങ്ങോട്ട് പറയുമൊന്നും വേണ്ട. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം എങ്ങനെ നെയ്യ് ഉണ്ടാക്കുക. പക്ഷെ അതിനെപ്പറ്റി നമ്മളത് ചിന്തിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ, ഇതിനും ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ട് നല്ല നിങ്ങളുടെ ഉത്തരം. നമ്മളാ ഒരു പ്രവർത്തനത്തെ പറ്റി നമ്മൾ അധികം ചിന്തിക്കുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പശുവിനെ നോക്കുക. പാല് കിട്ടിയാൽ അത് തിളപ്പിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്താ പറയുക, തൈരാക്കണം, വേണ്ടേ? ഒഴിച്ചിട്ടാണ് തൈരാക്കുക. അപ്പോഴും നമുക്ക് നെയ്യ് കിട്ടിയില്ല. വീണ്ടും നമ്മൾ കടകോലെടുത്ത് നേരെ ഇരുന്ന് കടഞ്ഞാലേ അതിൽ നിന്ന് വെണ്ണ കിട്ടുള്ളൂ. ഇപ്പോഴും നെയ്യ് കിട്ടിയില്ല, വെണ്ണയെ കിട്ടിയുള്ളൂ. വെണ്ണയല്ലല്ലോ നെയ്യ്.
ആ വെണ്ണ വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ ചില സാധനങ്ങളൊക്കെ ഇട്ടാലേ നല്ല ഏറ്റവും നല്ല നെയ്യ് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടുന്ന ഈ നെയ്യാണ് സ്വതവേ ഈ യാഗങ്ങളിലൊക്കെ ഹോമത്തിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഭൂമിയിൽ കിട്ടാവുന്ന ഒരമൃതമാണ് ഏത്? ഈ നെയ്യ്. അത് വാങ്ങുന്ന നെയ്യ് പോരാ. കാരണം വാങ്ങുന്ന നെയ്യിൽ പലപ്പോഴും മാലിന്യങ്ങളുണ്ടാവും, മായങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പശു തന്നെ വേണമെന്ന് പറയും. അപ്പം നല്ല പശുവിനെ വളർത്തി ആ പശുവിന് നല്ല പുല്ലൊക്കെ കൊടുത്ത് അങ്ങനെ വേണം. വേറൊന്നും പശുവിന് കൊടുക്കരുത്. വാങ്ങുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും നന്നാവില്ല. പണം കൊടുത്ത് നിങ്ങൾ എന്തൊരു സാധനം വാങ്ങിയാലും ആ ആഹാര സാധനങ്ങൾ ഒരിക്കലും എന്താവില്ല, നന്നാവില്ല. ഇനി എവിടുന്ന് വാങ്ങിയാലും ശരി, എത്ര നല്ല ഉൽപ്പന്നമാണെന്ന് പരസ്യം ചെയ്താലും ശരി, അതൊരിക്കലും നന്നാവില്ല. ആഹാരം നന്നാവണമെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ ആഹാരം നന്നാവണം. അപ്പം അങ്ങനെ കിട്ടുന്ന അപ്പം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് തന്നെയാണ് ഈ പാലാഴി മഥനം എന്നും പറയണം. പാലാഴി കടയാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും എത്ര നേരാ കഷ്ടപ്പെടുന്നതല്ലേ. കുറേ കഷ്ടപ്പെടുന്നുണ്ട്, കുറേ പ്രയത്നിക്കുന്നുണ്ട്. ഇനി മനുഷ്യനെ പറ്റി ചിന്തിച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിലും ഇതുപോലെ എന്തുണ്ട്? അമൃതമുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അമൃതമുണ്ട്. അമൃതഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥികൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പലപ്പോഴും വേണ്ടതുപോലെ പ്രവർത്തിക്കാറില്ല. ആ അമൃതഗ്രന്ഥിയിൽ നമുക്കൊണ്ട് അമൃതം പലപ്പോഴും അനുഭവിക്കാൻ കഴിയാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ശരീരത്തിൽ തന്നെ ഈ മഥനം നടക്കേണ്ടതാണ്. ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലും ആ മനുഷ്യൻ തന്നെ വിചാരിച്ചാലേ എന്ത് നടക്കുള്ളൂ? ഈ പാലാഴി മഥനം നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള സമ്പത്താണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. ഒന്ന് ദൈവികമായ സമ്പത്താണ്, പിന്നെ ആസുരികമായ സമ്പത്താണ്. ഇത് രണ്ടും എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. അതാണ് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞു എന്ന് പറയാനുള്ള കാരണം ദൈവാസുര സമ്പത്തുകളാണ്. ഭഗവത്ഗീതയിലൊക്കെ കണ്ടില്ലേ അങ്ങനെ ഒരു അധ്യായം? ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം എന്നൊരു അധ്യായം കാണാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് രണ്ടുമുണ്ട്. ദൈവസമ്പത്തുണ്ട്, അല്ലെങ്കിൽ ദൈവി എന്ന് പറയുന്ന സമ്പത്തുണ്ട്, ആസുരി എന്ന് പറയുന്ന സമ്പത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ്, മനുഷ്യൻ്റെ ഉള്ളിലാണ് താത്വികമായിട്ട് ചിന്തിച്ചാൽ എന്ത് നടക്കേണ്ടത്? പാലാഴി മഥനം നടക്കേണ്ടത്. പിന്നെ അവിടെ ഒരു മന്ദിരപർവ്വതത്തിനെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എന്തിനുപയോഗിക്കണം? നമ്മളുടെ ബുദ്ധി നന്നായിട്ട് ഉപയോഗിക്കണം. വാസ്തവത്തിൽ പാലാഴി എന്തിനെ കാണിക്കുന്നു? മനുഷ്യൻ്റെ മനസ്സിനെയാണ് കാണിക്കുന്നത്. നമ്മളുടെ മനസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മഥനം ചെയ്യേണ്ടത്. മഥനം ചെയ്യുക പറഞ്ഞാൽ കലക്കുക എന്നർത്ഥം. തൈര് കലക്കണ മാതിരി തന്നെ നമ്മളുടെ മനസ്സിനെ മഥനം ചെയ്താൽ ആദ്യം അതിൽ നിന്ന് ചളി മുഴുവൻ പുറത്തേക്ക് പോകും. ആ മനസ്സിൽ നിന്നും ചളിയൊക്കെ പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. ആളകൂട വിഷമുണ്ടായി എന്നൊരു കഥയുണ്ട് അല്ലേ? പാലാഴി കുറേ നേരം കടഞ്ഞ സമയത്ത് അതിൽ നിന്ന് എന്തുണ്ടായി? കാളകൂടമുണ്ടായി. ഈ കാളകൂടം ഉണ്ടായ സമയത്ത് ദേവന്മാരൊക്കെ ശിവനെ പോയിട്ട് ശരണം പ്രാപിച്ചു. ആ ശിവൻ്റെ നാമങ്ങൾ നമശിവായ 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 മുതലായ നാമങ്ങളൊക്കെ അവർ ജപിച്ചു. അവർ ശിവനെ പറ്റി ധാരാളമായിട്ട് അവിടുന്ന് സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതിയൊക്കെ നിങ്ങൾക്ക് ഭാഗവതത്തിൽ നോക്കിയാൽ കാണാം. അവിടെ പറയുന്നുണ്ട്, കാമാധ്വര ത്രിപുര കാല ഗരാദ്യനേക ഭൂതദ്രുഹ ക്ഷപയത സ്തുതയേ നദത്തെ യസ്ത്വന്തകാല ഇതമാത്മകൃതം സ്വനേത്ര വന്യസ്ഫുലിംഗ ശിഖയാ ഭസിതം നവേദ. നിങ്ങൾക്കത് വേഗം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ കലഞ്ഞൂരപ്പനെയാണല്ലോ സേവിക്കണം. കലഞ്ഞൂരപ്പനാണല്ലോ ഈ കാളകൂടവേഷം കഴിച്ചയാണല്ലേ അല്ലേ? ആണ്. അപ്പോൾ കലഞ്ഞൂരപ്പൻ്റെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ മഹാദേവൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. കാമ എന്ന് പറഞ്ഞാൽ കാമദേവനെ നശിപ്പിച്ചയാളാണ്. അധ്വര എന്ന് പറഞ്ഞാൽ യാഗം. എന്നാളെ കഥ പറഞ്ഞു, ദക്ഷൻ്റെ യാഗം, ദക്ഷയാഗം നശിപ്പിച്ചയാളാണ്. ത്രിപുര പറഞ്ഞാൽ 3 പുരങ്ങളുണ്ടായിരുന്നു. ഭയങ്കരമായ 3 പുരങ്ങളായിരുന്നു. ആൾക്കാർക്ക് പേടിയാവും, ഒരു തരത്തിലും അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള 3 പുരങ്ങളെയാണ് ശിവൻ നശിപ്പിച്ചത്. അതുകൊണ്ട് ത്രിപുരാന്തകൻ എന്നൊരു പേരുണ്ടാർക്ക് ശിവന്. അപ്പോൾ കാമ, അധ്വര, ത്രിപുര, കാല. കാല എന്ന് പറഞ്ഞാൽ കാലനെ പോലും കൊന്നയാളാണ് ആര്? ശിവൻ. അതുകൊണ്ടാണ് കാലാന്തകൻ എന്നൊരു പേരുണ്ട്. അപ്പോൾ കാമ, അധ്വര, ത്രിപുര, കാല, ഗര. ഗര പറഞ്ഞാൽ വിഷം. അപ്പോൾ പാലാഴിമഥനത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഭഗവാൻ വിഷത്തെ ഇല്ലാതെയാക്കുന്നത്. ഇങ്ങനെ ക്ഷപയതഃ സ്തുതയേ നദത്തെ. ഇങ്ങനെ എത്രയോ ആപത്തുകൾ വന്ന സമയത്തൊക്കെ ലോകത്തെ രക്ഷിച്ച ഈ ഭഗവാനെ എങ്ങനെയാണ് സ്തുതിക്കുക എന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല എന്നാണ് അന്ന് സ്തുതിച്ചവർ പറഞ്ഞത്. യസ്തു മാത്രമല്ല
ഭഗവാനാവട്ടെ അന്ധകാല ഇതമൽപകൃതം, അത് പദം മുറിച്ചാൽ അന്ധകാലേ എന്നായിട്ട് മാറും. അന്ധകാലം പറഞ്ഞാൽ അവസാന കാലം. അവസാന കാലത്ത് ഇതം ആത്മകൃതം സ്വനേത്ര വന്യസ്ഫുലിംഗ ശിഖയാ ഭസിതം ന വേദ. ന വേദ എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല എന്നർത്ഥം. വേദ എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്നർത്ഥം. ന വേദ എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല എന്നാണ് അർത്ഥം. എന്തറിയുന്നില്ല? സ്വനേത്ര വന്യസ്ഫുലിംഗ ശിഖയ, ഭഗവാന്റെ കണ്ണിൽ നിന്ന് എന്തുണ്ടാവും? നേത്രം പറഞ്ഞാൽ കണ്ണ്, സ്വനേത്ര വന്നി, വന്നി പറഞ്ഞാൽ അഗ്നി. ഭഗവാന്റെ കണ്ണിൽ നിന്ന് ഒരു തീയ് പുറത്തേക്ക് വരും. ഇപ്പോഴൊന്നും വരില്ല, പേടിക്കേണ്ട. എപ്പോഴാണ് വരിക? ഈ പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കാനൊരു സമയം വരും. ആ പ്രപഞ്ചനാശത്തിൻ്റെ സമയമാകുമ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്ന് ഒരു തീയ് പുറത്തേക്ക് വരും. ആ തീയ് പുറത്തേക്ക് വന്നിട്ട് വന്യസ്ഫുലിംഗ ശിഖയ, ആ അഗ്നിയിലാണ് പ്രപഞ്ചം മുഴുവനും ഭസിതമായിട്ട് മാറുന്നു. ഭസിതം എന്ന് പറഞ്ഞാൽ എന്താ? ഭസ്മമായി തീരുന്നു അർത്ഥം. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡകോടികൾ മുഴുവനും നമ്മൾ ഈ മൂന്നാമത്തെ കണ്ണ് എന്നൊക്കെ പറയില്ലേ, ശിവൻ്റെ മൂന്നാമത്തെ കണ്ണ്, ചിലർ തൃക്കണ്ണ് എന്നൊക്കെ പറയും. അപ്പോൾ ശിവൻ ആ മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നതോടുകൂടി ആ പ്രപഞ്ചം മുഴുവൻ എന്താവുന്നു? ഒരൊറ്റ നിമിഷം, സമയമൊന്നും വേണ്ട, ഒരൊറ്റ നിമിഷം കൊണ്ട് മുഴുവനും ഒരു പിടി ഭസിതമായിട്ട് മാറുന്നു, അതായത് ഭസ്മമായിട്ട് മാറുന്നു. പക്ഷേ അതൊന്നും ആരും അറിയണില്ല. ശിവനതൊന്നും അറിയണ പോലും ഇല്ല. എന്താ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ സ്വതവേ നശിപ്പിക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ടല്ലേ. ഈ ചില ആൾക്കാർ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് വീട് കുറേ കൊണ്ട് കേടായി താമസിക്കാൻ വയ്യാണ്ടായാൽ വീട് മുഴുവൻ പൊളിക്കുന്നത് നിങ്ങൾ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ കാലത്ത് കാണുന്ന കാര്യമല്ലേ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. വൈദിക കാലത്തുണ്ടായ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു മനുഷ്യനും മനസ്സിലാവില്ല. അപ്പം ഇന്നത്തെ കാലത്തുള്ള ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു RC വീട് ഉണ്ടാക്കി അതൊക്കെ കേടായി, ആ വീടങ്ങൾ കേടായാൽ പിന്നെ നശിപ്പിക്കാൻ വീട് വേണമെങ്കിൽ മുഴുവൻ പൊട്ടിച്ച് കളയാം. എത്രയോ ആൾക്കാർ വന്ന് കുറേ ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ടാലേ ഒരു വീട് മുഴുവൻ പൊട്ടിച്ച് പൂർണ്ണമായിട്ട് ആ വേസ്റ്റൊക്കെ എടുത്ത് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുകയും അല്ലെങ്കിൽ ഉപയോഗിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ വീട് നിന്ന സ്ഥലം എന്തായിട്ട് മാറും? ഒരു മൈതാനായിട്ട് മാറും. വീട് ഒഴിവാക്കി, പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അവിടെ വേണമെങ്കിൽ നോക്കി ഒരു പുതിയ വീട് വയ്ക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊക്കെ എത്രയോ കണ്ടിട്ടുണ്ട്. എത്ര നേരം പിടിക്കില്ല അതൊക്കെ പാടുന്ന് പൊട്ടിച്ച് നശിപ്പിച്ച് ലോറിയിലൊക്കെ ഈ സാധനം വേറൊരു സ്ഥലത്ത് എത്തിക്കുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും. പക്ഷേ ഇവിടെ എന്താ പറയണത്? മഹാദേവന് ഈ പ്രപഞ്ചം മുഴുവൻ അവസാനിക്കുന്ന കാലത്ത് ഈ പ്രപഞ്ചകോടികളെ മുഴുവനും നശിപ്പിച്ച് ഒരിത്തിരി ഭസ്മമാക്കാൻ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല എന്നർത്ഥം. അതാണ് എന്നാ വേദ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഭഗവാൻ ഇതൊന്നും അറിയ പോലും ചെയ്യണില്ല. അത്ര എളുപ്പത്തിലാണ്, ലീലയായിട്ടാണ് ഭഗവാൻ ഈ സംഹാരകർമ്മം ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? കാമാധ്വര ത്രിപുര കാലഗരാദ്യനേകഭൂതദ്രുഹ ക്ഷപയതസ്തുതയെ നതത്തെ യസ്ത്വന്തകാല ഇതം ആത്മകൃതം സ്വനേത്ര വന്യസ്ഫുലിംഗശിഖയ ഭസിതം ന വേദ. അപ്പം ഇത്രയൊക്കെ മഹിമയുണ്ട് എന്ന് പറയാണ്. ദേവന്മാരെല്ലാവരും ആ ഭഗവാനോട് പറഞ്ഞ് അങ്ങയുടെ മഹിമകൾ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. ഇപ്പം ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ കാളകൂടത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കരതലീകൃത്യ ഭഗവാൻ എന്ത് ചെയ്തു? കയ്യ് ഇങ്ങനെ പിടിച്ചു. ആ കയ്യിൽ ആ കാളകൂട വിഷം മുഴുവൻ എടുത്ത് ഭഗവാന്റെ പത്നി കൂടെയിട്ട് ആ ഭഗവാന്റെ സഹധർമ്മിണിയോട് ചോദിച്ചു, ഞാൻ ഈ പാലാഴിയിൽ നിന്നുണ്ടായ ഈ വിഷം കുടിക്കട്ടെ. അപ്പോൾ സഹധർമ്മിണി എന്ത് പറഞ്ഞു? കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ പത്നിയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കാളകൂട വിഷം പാനം ചെയ്യും. അതെന്തിനാ അങ്ങനെ ചോദിച്ചത്? എൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഏതായാലും ആ ഭവാനിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ കാളകൂട വിഷം കഴിച്ചു. അത് ഭഗവാന്റെ കഴുത്തിലൊരു നീല നിറമായിട്ട് വ്യാപിച്ചു എന്നല്ലാതെ ശിവന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഈ കഥ കേട്ടിട്ട് നമ്മളാരും എന്ത് ചെയ്യരുത്? വിഷം കഴിക്കരുത് എന്നും കൂടി ഭാഗവതം പറയുന്നുണ്ട്. മനുഷ്യന്മാർ വിഷം കഴിച്ചാൽ മനുഷ്യന്മാർക്ക് അപകടമാണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വിഷം കഴിക്കാൻ പാടില്ല. മഹാദേവൻ വിഷം കഴിച്ചാൽ മഹാദേവൻ ഈശ്വരനായതുകൊണ്ട് ഞാനൊന്നും സംഭവിക്കില്ല. ഈശ്വരന് മരണമില്ലല്ലോ. മഹാദേവൻ എന്ത് വിഷം കഴിച്ചാലും മരിക്കില്ല. മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്മാർ വിഷം കഴിച്ചാൽ ആരാണെങ്കിലും ശരി, ആ മനുഷ്യൻ മരിച്ചു. അതുകൊണ്ട് മനുഷ്യരെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്?
വിഷമൊന്നും കഴിക്കരുത്. ഇന്ന് ഒരുപാട് പേര് ചെയ്യേണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ സ്ഥിതിയൊക്കെ വലിയ കഷ്ടമാണ്. എത്രയോ പേരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഈ വിഷമൊക്കെ കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. ന്യൂസൊക്കെ നിങ്ങൾക്ക് ന്യൂസ് ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ഞാനെന്തിനാ വെറുതെ പറയണം. അപ്പം അതൊരു ശരിയായ പ്രവണതയല്ല. ചില ആൾക്കാർക്കൊരു എന്താ മരിക്കാനുള്ളൊരു വാസനയുണ്ട്. ആ മരിക്കാനുള്ള വാസനയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. അവരൊരിക്കലും ഒറ്റയ്ക്കിട്ട് പോകരുത്. അവരൊറ്റയ്ക്കാവുമ്പോഴാണ് അവർക്ക് മരിക്കാനും തോന്നുന്നത്. വലിയ വലിയ വിവരമുള്ള ആൾക്കാരൊക്കെ മരിക്കും. ഒരുപാട് നല്ല ജോലിയിലിരിക്കുന്നവർ, നല്ല പോസ്റ്റിലിരിക്കുന്നവർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ മരിക്കണം എന്ന് ആർക്കും തോന്നാൻ, പ്രായമുള്ള ആൾക്കാർ, ആർക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നാം. അപ്പോൾ തോന്നാതിരിക്കണേ നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഈ പാലാഴിമഥനമൊക്കെ കേട്ടിട്ട്, ഭാഗവതമൊക്കെ കേട്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ ശാന്തമാക്കി വെക്കണം. ഇവിടെ ഇരിക്കുക നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ ചിലപ്പോൾ മരിച്ചാൽ മതി എന്ന് തോന്നിയിട്ട് അങ്ങനെ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാവുക പറയാൻ പറ്റില്ല. ചില ആൾക്കാരുണ്ട്, അവരെപ്പറ്റി ചീത്തപ്പേരുണ്ട് നാട്ടിൽ, അല്ലേ? നാട് മുഴുവൻ ചിലപ്പോൾ അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, നിസ്സഹായരായി തീരും. അപ്പോൾ അവരെന്ത് ചെയ്യും? ജീവിക്കാൻ വയ്യ എന്ന് വിചാരിച്ച് അവർ പോയിട്ട് ചിലപ്പോൾ കൂട്ടത്തോടെയൊക്കെ ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നിഷ്കളങ്കരായ ആൾക്കാരെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കി അങ്ങനെ പത്രത്തിൽ വാർത്തയൊക്കെ വരുമ്പോൾ ആ കുടുംബത്തിന് പിന്നെ ഭൂമിയിൽ ജീവിക്കേണ്ടതാണെന്ന് തോന്നും. അപ്പോൾ അവർ പോയിട്ട് ആത്മഹത്യ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതെങ്ങനെ ഒഴിവാക്കാം? ഒരാളെ പറ്റിയും നമുക്ക് ഒന്നും പറയാണ്ടിരിക്കുക. നമ്മളൊരു വാർത്ത കേട്ടാൽ ഉടനെ അത് വിളിച്ചു പറയരുത്. സത്യമൊന്നും ആയിരിക്കും. കേൾക്കുന്ന വാർത്തകളൊന്നും എന്തായിരിക്കില്ല, സത്യമായിരിക്കില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യക്തികളെ പറ്റിയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് വിശ്വസിക്കരുത്. കാരണം നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, പിന്നെ നമ്മളതിനെ വിശ്വസിക്കുക. നമ്മളത് ആരോടും പറയും വേണം. ഒരാളോടും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, മറ്റുള്ളവരുടെ ദോഷങ്ങൾ നമ്മൾ ഒരിക്കലും വേറൊരാളോട് പറയാൻ പാടില്ല. ഒരാളുടെ ദോഷങ്ങളും നമ്മൾ ഒരാളോടും ഒരിടത്ത് വെച്ചും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിക്കാന്നല്ലാണ്ട് നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് എനിക്ക്, എന്നാലും എവിടെയെങ്കിലും സമൂഹത്തിൽ ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഭാഗവതം കൊണ്ട് ഏതായാലും സമൂഹം ഒരുപാട് നന്നാവുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയൊക്കെ ഒരു അനുഭവം. എത്രയോ മനുഷ്യർ ഭാഗവതം കേട്ടിട്ടും പാലാഴിമഥനമൊക്കെ കേട്ടിട്ട് എത്രയോ മനുഷ്യർ നന്നായിട്ടുണ്ട്. എത്രയോ മനുഷ്യർ, 10,000-കണക്കിന് മനുഷ്യന്മാർ നന്നായ കഥകൾ എനിക്ക് തന്നെ അറിയാം. ഞാനൊരു ഇത്ര കാലല്ലേ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ചെറിയ ജീവിതകാലത്ത് തന്നെ ഭാഗവതം കേട്ടിട്ട് എത്രയോ മനുഷ്യർ ജീവിതത്തിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവർക്കും നന്നാവാനുള്ള ഒരു നല്ല ജീവിതം നയിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ലേബൽ ചെയ്യണം. ഒരാൾ കുട്ടിക്കാലത്തൊക്കെ മോശമായിട്ട് ജീവിച്ചു, എന്തോ കാരണം കൊണ്ടായിരിക്കുമല്ലോ. പിന്നീട് അയാൾക്ക് തോന്നി ഭാഗവതം കേട്ടപ്പോൾ വേണ്ട, ഇനി നല്ല ആളായിട്ട് ജീവിക്കാം. അങ്ങനെ അയാൾ നല്ല ആളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് പറയാൻ പാടില്ല? ഇയാളുടെ കുട്ടിക്കാലത്ത് അവൻ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു, ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അതൊക്കെ കഴിഞ്ഞുപോയി. ഈ ഒരു മനുഷ്യൻ്റെയും പഴയ കഥകളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, കുത്തിപ്പൊക്കി കൊണ്ടുവരിക. അയാളൊരു നല്ല ജീവിതം നയിക്കാനൊക്കെ തോന്നിയില്ലേ, അപ്പോൾ നമ്മളതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, മറ്റുള്ളവരുടെ ദോഷങ്ങളെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. ഗുണങ്ങളാണ് കാണേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഏതൊരു മനുഷ്യൻ്റെയും ഗുണങ്ങൾ മാത്രം കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കും. അതാണ് പാലാഴിമഥനം നമ്മളോട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ഏതായാലും ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ പറയുന്നു, നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിനെ കണ്ടെത്തുകയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ലക്ഷ്യം. ആ ആത്മാവിനെ കണ്ടെത്തുക എന്ന് പറയുന്ന ആ പ്രയത്നമാണ്. അവിടെ ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞു, തൈര് കലക്കുന്ന കഥ പറഞ്ഞു അല്ലേ, പശുവിൽ നിന്ന് നെയ്യ് കിട്ടുന്ന കഥ പറഞ്ഞു, മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തീയ് കിട്ടുന്നത് പറഞ്ഞു. ഇതുപോലെ നമ്മളും അതെ, നമ്മുടെ ഉള്ളിലുള്ള ആ ശരിയായ ആത്മാവിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ് ഈ കഥ മുഴുവനും. അതിൻ്റെ സാരം അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യണ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും. അതാണ് പാലാഴിമഥനം നടക്കുമ്പോൾ ഭഗവാൻ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. അടുത്ത ശ്ലോകം നോക്കൂ. തം ത്വാ വയം നാഥസമുജ്ജിഹാനം സരോജനാഭാരി ചിരേപ്സിതാർത്ഥം ദൃഷ്ട്വാ ഗതാ നിർവൃതിമധ്യ സർവേ ഗജാ ദവാർത്ത ഇവ ഗംഗമംഭ. നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൻ്റെ തൊട്ട് പിന്നാലുള്ള ശ്ലോകം 13. അതായത് ചുരുക്കി പറഞ്ഞാൽ 8, 6, 13.
ആ സംഖ്യയാണ് നോക്കണം. അപ്പം അതിലെന്താ പറയണത്? തം ത്വാം വയം നാഥ സമുജ്ജിഹാനം സരോജനാഭാതി ചിരപ്സിതാർത്ഥം. ഞങ്ങളെല്ലാവരും ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൃഷ്ട്വാ കണ്ടിട്ട്, ഗതാ നിർവൃതി മധ്യ സർവേ ഞങ്ങൾക്കെല്ലാവർക്കും നിർവൃതിയായി. ആരെ കണ്ടപ്പോൾ? ഭഗവാനെ കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും നിർവൃതിയായി. ഇവർ 2 തവണ സ്തുതിക്കുന്നുണ്ട്. ദുർവാസാവ് ശപിച്ചിട്ടാണല്ലോ ദേവന്മാർക്ക് ജരാന്തരങ്ങളൊക്കെ വന്നു. അപ്പോൾ ദേവന്മാർ ഭഗവാനെ പോയി സ്തുതിച്ചു. ഭഗവാൻ പ്രത്യക്ഷമാവാൻ വേണ്ടി ഒന്ന് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായപ്പോൾ വീണ്ടും സ്തുതിച്ചു. അങ്ങനെ 2 സ്തുതിയുണ്ട്. 5-ാമത്തെ അധ്യായത്തിലും ഒരു സ്തുതി കാണാം, 6-ാമത്തെ അധ്യായത്തിലും ഒരു സ്തുതി കാണാം. രണ്ടും നല്ല സ്തുതികളാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഭഗവാൻ പ്രത്യക്ഷമായതിന് ശേഷമുള്ള സ്തുതിയാണ്. ഭഗവാൻ ആരുടെ സ്തുതി കേൾക്കുന്നുണ്ട്? ദേവന്മാരുടെ സ്തുതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ കാണാനും നല്ല ഭംഗിയായിരുന്നു എന്ന് പറയണം. ആ ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട് അതിന് കുറേ മുമ്പുള്ള ശ്ലോകങ്ങളിൽ. സ്വച്ഛാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന്റെ ശരീരത്തിൽ എവിടെയും ഒരു ചെറിയ പൊടിയോ അഴുക്കോ ഒന്നുമില്ലായിരുന്നു, അല്ലേ? മരകതശ്യാമാം, മരകതത്തിൻ്റെ നിറമായിരുന്നു ഭഗവാന്. കഞ്ചഗർഭാരുണേക്ഷണം, കഞ്ചഗർഭാരുണം എന്ന് പറഞ്ഞാൽ എന്താ? കഞ്ചം എന്ന് പറഞ്ഞാൽ താമരപ്പൂവാണ്. താമരപ്പൂവിൻ്റെ ഉൾഭാഗം പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവാന്റെ കണ്ണുകൾ കാണാൻ. അതുപോലെ തന്നെ കൗശേയം എന്നൊക്കെ പറയുന്നു. നല്ലൊരു പട്ടുവസ്ത്രം ഭഗവാൻ അണിഞ്ഞിരുന്നു. പ്രസന്നചാരു സർവാംഗിയും, ഭഗവാന്റെ എല്ലാ അംഗോപംഗങ്ങളും കാണാൻ നല്ല പ്രസന്നതയുണ്ടായിരുന്നു, മനോഹരമായിരുന്നു. സുമുഖിയും, ഭഗവാന്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ വർണ്ണിക്കുന്നതൊക്കെ സ്ത്രീലിംഗത്തിലാണ്, എല്ലാം സ്ത്രീലിംഗമായിട്ടല്ലേ. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഭഗവാനാണ് പ്രത്യക്ഷമായത്, പക്ഷേ മുഴുവനും സ്ത്രീലിംഗത്തിലാണ് പ്രയോഗം. മരകതശ്യാമാം സ്ത്രീലിംഗമാണ്, പഞ്ചഗർഭാരുണേക്ഷണാം സ്ത്രീലിംഗമാണ്, പിന്നെ സുമുഖീൻ അതും സ്ത്രീലിംഗമാണ്, അല്ലേ? അപ്പം എന്തങ്ങനെ സ്ത്രീലിംഗത്തിൽ പറയാൻ കാരണം? ബ്രഹ്മമെന്ന് പറയുന്നത് വാസ്തവത്തിൽ പുരുഷനുമല്ല സ്ത്രീയുമല്ല, ഒന്നുമല്ല. നമുക്കൊക്കെ ഒരു വിചാരമല്ലേ, ഇന്ന് മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ പുരുഷനാണ്, ഭദ്രകാളിയെ പറഞ്ഞാൽ സ്ത്രീയാണ്, മൂകാംബിക പറഞ്ഞാൽ അതൊരു സ്ത്രീയാണ്, ശിവൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാണ്. അങ്ങനൊരു വിചാരം സാധാരണ ഭക്തന്മാർക്കൊക്കെ ഉണ്ടാവും, അല്ലേ? വാസ്തവത്തിൽ അത് അത്ര ശരിയല്ല. ഈശ്വരൻ അങ്ങനെ എന്തില്ല, അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. കാരണം ഈശ്വരൻ പറഞ്ഞാൽ ബ്രഹ്മമാണ്. നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്. ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ജന്തുമോ. ബ്രഹ്മമെന്ന് പറയുന്നത് സ്ത്രീയുമല്ല പുരുഷനുമല്ല ഷണ്ടിലുമല്ല, ഒന്നുമല്ല. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ സ്ത്രീലിംഗത്തിൽ എല്ലാം സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിക്കുന്നത്. കൗസ്തുഭാഭരണം, നല്ലൊരു കൗസ്തുഭരത്നം ഭഗവാൻ ചാർത്തിയിരുന്നു. വനമാലിനീൻ, അവിടെ സ്ത്രീലിംഗമാണ്. വനമാല കഴുത്തിലണിഞ്ഞിരുന്നു. സുദർശനം മുതലായിരിക്കുന്ന മൂർത്തികളോ ഒക്കെ ഭഗവാന്റെ ചുറ്റും നിന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രത്യക്ഷപ്പെട്ട ഭഗവാനോടാണ് ബ്രഹ്മാവ് ഈ സ്തുതി ചെയ്തത്. അതിൽ ആ സ്തുതിയിലാണ് ബ്രഹ്മാവ് എന്ത് പറഞ്ഞത്? ദൃഷ്ട്വാഗത നിർവൃതി മധ്യ സർവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഭഗവാനെ കണ്ട് നല്ല നിർവൃതിയായി. ഇത്ര ഭംഗിയുള്ള ഭഗവാനെ കണ്ടാൽ നിർവൃതി ഉണ്ടാവില്ലേ? ഇപ്പം ലോകത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല വസ്തു എന്താണെന്ന് സപ്താഹം കഴിയുന്നതിൻ്റെ മുമ്പ് നമുക്ക് മനസ്സിലാവണം. അത് വെറുതെ ഇങ്ങനെ വായോണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും വായോണ്ട് ഉത്തരം പറയും. അതുകൊണ്ട് കാര്യം